Hi everyone, welcome to Lecture School Plus. This is me Roshna, your economics faculty. അപ്പോൾ നമ്മൾ ഓണം എക്സാം ഒക്കെ വരുവാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എക്സാമിന് അത് ഈസി ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിനുള്ള. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ പാർട്ടായിട്ട് എന്ത് ചെയ്യാം, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതായ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ ഇക്കണോമിക് ടേംസ്, ദ അലോക്കേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ റിസോഴ്സസ് സ്കാർസ് ആണ്. ഈ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആൾക്കാരുടെ നീഡ്സ് ആൻഡ് വാൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ റിസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ആൾക്കാരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ സ്കാർസ് റിസോഴ്സസും അൺലിമിറ്റഡ് ആയിട്ടുള്ള നീഡ്സ് ആൻഡ് വാണ്ട്സും തമ്മിൽ അലോക്കേഷൻ്റെ പ്രോബ്ലം വരുന്ന എവിടെയായിരുന്നു, ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി. അപ്പോൾ എവിടെയും നിങ്ങളോട് സ്കാർസ് റിസോഴ്സസും അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാണ്ട്സും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം അത് ഉദ്ദേശിക്കുന്ന സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമിയാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്കണോമിക് ടേമിന് എന്തായിട്ട് പറയാം, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി മീൻസ് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ള, ഇത് വെച്ച് നമുക്ക് അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യും, ഈ ഫൈനൽ ഗുഡ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമിയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഫസ്റ്റത്തെ ചാപ്റ്റർ എന്നാ വന്നെങ്കിൽ, ഹൗ ഡസ് എ മാർക്കറ്റ് ഇക്കോണമി സോൾവ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി. ഇപ്പോൾ സെൻട്രൽ പ്രോബ്ലം എന്താണെന്ന് നമുക്കറിയാം. ഇത് മാർക്കറ്റ് ഇക്കോണമി എങ്ങനെ സോൾവ് ചെയ്യുന്നു. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു, മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ഏതൊക്കെ ഇക്കോണമി ഉണ്ട് നമുക്ക്, മാർക്കറ്റ് ഇക്കോണമിയിൽ നമുക്ക് ഡിസൈഡ് ചെയ്യുന്ന മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എങ്ങനെ ഇതൊക്കെ ഈ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെ ചെയ്യണം. ഇതല്ലാതെ നമുക്ക് പിന്നെയും ഇക്കോണമീസ് പറഞ്ഞിട്ടുണ്ട്, മിക്സ്ഡ് ഇക്കോണമി ഉണ്ട്, സോഷ്യലിസ്റ്റ് ഇക്കോണമി ഉണ്ട് അല്ലേ. സോഷ്യലിസ്റ്റ് ഓർ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ ആരാ ഇതൊക്കെ ഡിസിഷൻ എടുക്കുന്നത്, അതോറിറ്റീസ് ആണ് ഡിസിഷൻ എടുക്കുന്നത്. അതോറിറ്റീസ് ഓർ സ്റ്റേറ്റ് എന്ന് പറയും അല്ലേ. പിന്നെ നമ്മൾ എന്താണ്, ഇതിന് രണ്ടിന്റെ മിക്സ് ആയിട്ട് വരുന്ന, ഇതിന്റെയും മിക്സ് ആയിട്ട് വരുന്ന ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മിക്സ്ഡ് ഇക്കോണമി അല്ലേ. ഇപ്പൊ മിക്സ്ഡ് ഇക്കോണമിയിൽ ആരാ ഡിസിഷൻ എടുക്കുന്നത്, രണ്ടും വരുന്നുണ്ട്, മാർക്കറ്റ് ഫോഴ്സസും വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റും ഡിസിഷൻ എടുക്കുന്നുണ്ട്, ഗവൺമെന്റും ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ തലയിൽ ഇതൊക്കെ വരണം. ഇതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഏത് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കണില്ല, നിങ്ങളോട് തിരിച്ചും മറിച്ചും പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ നമ്മളോട് മാർക്കറ്റ് ഇക്കോണമി പറഞ്ഞിരിക്കുന്ന, ഹൗ ഡസ് മാർക്കറ്റ് ഇക്കോണമി സോൾവ് സെൻട്രൽ പ്രോബ്ലംസ്, ഇക്കണോമിക് പ്രോബ്ലം. ഇപ്പോൾ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം മിക്സ്ഡ് ഇക്കോണമി ആണ്, ഗവൺമെന്റും മാർക്കറ്റ് ഫോഴ്സസും. സോഷ്യലിസ്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ്. മാർക്കറ്റ് ഇക്കോണമിയിൽ മാർക്കറ്റ് ഫോഴ്സസ്, ഈ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇതിന്റെ ആൻസർ നമുക്ക് പല രീതിയിൽ പറയാം, മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയാം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയാം, പ്രൈസ് മെക്കാനിസം എന്ന് പറയാം. ഇപ്പം ഇതിൽ ഏതാ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടില്ലെന്ന് നോക്കാം. സെൻട്രൽ പ്ലാനിങ് അല്ല, അത് എവിടെയാണ് വരുന്നത്, സെൻട്രൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എവിടെ സോൾവ് ചെയ്യുന്ന, സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ. പ്രൈസ് മെക്കാനിസം ആണെങ്കിൽ പ്രൈസ് മെക്കാനിസം, അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസ്, എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മാർക്കറ്റ് ഇക്കോണമിയാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്ന പ്രൈസ് മെക്കാനിസം ആണ്. ബോത്ത് 1 and 2 വരുന്നില്ല, 1 and 2 എവിടെ വരുന്നത്, മിക്സ്ഡ് ഇക്കോണമിയിലാണ് വരുന്നത്, നൺ ഓഫ് ദ അബവ്, അതുമല്ല നമ്മുടെ ആൻസർ. സോ നമ്മുടെ ആൻസർ ഇസ് പ്രൈസ് മെക്കാനിസം. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. എന്തൊക്കെയോ 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്, മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ് അല്ലേ. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ മൈക്രോ ആണോ മാക്രോ ആണോ എന്ന് പറയണം. ഓക്കെ, 2 ബ്രാഞ്ചസ് എന്നാ ചോദിക്കാൻ, നിങ്ങളോട് മൈക്രോ മാക്രോ എന്ന് ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് മൈക്രോ മാക്രോ എന്ന് തന്നെ ചോദിക്കാം, പക്ഷേ ഈ പാർട്ടിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഒന്നിക്ക് എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താ മാക്രോ എക്കണോമിക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചെണ്ണം തന്നിട്ട് നിങ്ങളോടത് ക്ലാസിഫൈ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ മാക്രോയുടെ എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടി പറയാം. അപ്പം അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളിവിടെ കോൺസെപ്റ്റ് എന്താ തറവേണ്ടത്, എന്താണ് മൈക്രോ, എന്താണ് മാക്രോ. എന്താ മൈക്രോ എക്കണോമിക്സ്, സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഇൻ എൻ എക്കോണമി, ലൈക്ക് ഒരു ഫേമിനെ പറ്റിയോ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും. മാക്രോ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇക്കോണമി ആസ് എ ഹോൾ ഓർ ആഗ്രിഗേറ്റ്സ് ഫാക്ട്സ്. ഇവിടെ നമ്മൾ ഒരു ഫേമിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം,
ഒരു ഫേമിന്റെ പ്രൊഡക്ഷൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്രോ എന്ന് പറയാം. നാഷന്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ മാക്രോ എന്ന് പറയാം. ഒരു ഇക്കോണമി കംപ്ലീറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ മാക്രോ എന്ന് പറയാം. നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ഇന്ത്യൻ ഇക്കോണമി ഗ്രൂ ബൈ 9.2% GDP ഇൻ ഫിനാൻഷ്യൽ ഇയർ 2006. ഇത് ഇപ്പോൾ ഒരാളെ പറ്റിയാണ് പറയുന്നത്. ഇക്കോണമിയെ കംപ്ലീറ്റ് അല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായിട്ട് പറയാം ഇതിന്? മാക്രോ എന്ന് പറയാം അല്ലേ. നെക്സ്റ്റ്, an unexpected lorry strike caused the price of vegetables to rise. ഇവിടെ ഇക്കോണമിയെ കംപ്ലീറ്റ് പറയുന്നുണ്ടോ? ഇല്ല. ലോറി സ്ട്രൈക്ക് കാരണം വെജിറ്റബിൾസിന്റെ വില കൂടിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു വെജിറ്റബിൾ മാർക്കറ്റിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ അതെന്താണ്? നമുക്ക് മൈക്രോ ഇക്കണോമിക്സ് ആണ്. നെക്സ്റ്റ്, റീസെന്റ് ദ RBI reduced cash reserve ratio 5.5%. ആരെ എഫക്ട് ചെയ്യുന്ന കാര്യം? ഇക്കോണമിയെ കംപ്ലീറ്റ്ലി എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. RBI കംപ്ലീറ്റ്ലി ക്യാഷ് റിസർവ് റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെന്താണ്? മാക്രോ ഇക്കണോമിക്സിൽ വരും. നെക്സ്റ്റ്, മദ്രാസ് സിമെന്റ്സ് ലിമിറ്റഡ്. ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? മദ്രാസ് സിമെന്റ്സ് ലിമിറ്റഡ് അവരെന്ത് ചെയ്യുന്ന 40 lakhs ton to its existing production capacity of 60 lakhs tons. അപ്പം മദ്രാസ് സിമെന്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഫേമിനെ പറ്റിയാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് ഇസ് മൈക്രോ ഇക്കണോമിക്സ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് മൈക്രോ എന്താ മാക്രോ എന്ന് പറയണം. സോ ഇവിടെ നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആവേണ്ടത് ഏതൊക്കെയാണ്? 2 branches ഓഫ് ഇക്കണോമിക്സ്. നെക്സ്റ്റ്, നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ വന്ന ഒരു ക്വസ്റ്റൻ ആണ്. സപ്പോസ് എ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ആ മൊണോട്ടോണിക്. ഇത് ഇന്ന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ വരുന്നതാണ്. മൊണോട്ടോണിക് പ്രിഫറൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താ മൊണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡിഫറെന്റ് കൺസംഷൻ ബണ്ടിൽസ് തന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരു കൺസ്യൂമർ എന്തേ സെലക്ട് ചെയ്യുള്ളൂ? കൂടുതൽ ഗുഡ്സ് ഉള്ള ബണ്ടിൽ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. സോ അതിനാണ് നമ്മൾ മൊണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം മൊണോട്ടോണിക് പ്രിഫറൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. Which bundle of goods the consumer will select over the bundle? 15, 15, 10, 12, 12, 12. നമുക്കിവിടെ ഒന്നിൽ A എന്ന് പറഞ്ഞ ഗുഡ്സ് 15, B ഗുഡ്സ് 15, മറ്റതിൽ 10 and 12, A 10, B 12, പിന്നെ 12 and 12. ഓക്കെ, രണ്ടും 12, 12 ഉണ്ട്. അപ്പോൾ മൊണോട്ടോണിക് പ്രിഫറൻസ് ആണെങ്കിൽ കൂടുതൽ ഗുഡ്സ് ഉള്ളത് സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാ കൂടുതൽ ഗുഡ്സ് വരുന്നത്? കൂടുതൽ ഗുഡ്സ് വരുന്ന ബണ്ടിൽ is 15, 15. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ തറവാണ്ട കോൺസെപ്റ്റ് മൊണോട്ടോണിക് പ്രിഫറൻസ്. നെക്സ്റ്റ്, ഇൻ ഡ്രോയിങ് എൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് നമ്മൾ വരക്കാണ്. ഓൾ ബട്ട് വൺ ഓഫ് ദ ഫോളോയിങ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ഡിമാൻഡ് കർവ് വരക്കുമ്പോൾ നമ്മൾ എന്തിന്റെ റിലേഷൻഷിപ്പ് അതിൽ വരക്കുന്നത്? ഡിമാൻഡ് ആൻഡ് പ്രൈസ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എങ്ങനെ മാറുന്നു? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എങ്ങനെ മാറുന്നു? അപ്പൊ പ്രൈസും ഡിമാൻഡും മാത്രം ഇതിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡ് മാത്രമേ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തായിട്ട് വെക്കും? കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. അപ്പോൾ ഈ പ്രൈസും ഡിമാൻഡും അല്ലാത്ത വേറെ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ആൻസർ ആണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അത് നമ്മൾ ഡിമാൻഡ് കർവിലുണ്ട്. പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി നമ്മൾ എടുക്കില്ല അല്ലേ. ആ ഒരു കമ്മോഡിറ്റി എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുള്ളൂ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിൽ നമ്മൾ മീൻസ് ഓൾ ബട്ട് വൺ ഓഫ് ദ ഫോളോയിങ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ ഏതാണ് നമ്മൾ കോൺസ്റ്റന്റ് അല്ലാതെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ബട്ട് വൺ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം നമ്മൾ കോൺസ്റ്റന്റ് അല്ലാതെ വെക്കുന്നു. പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇൻകം ഓഫ് ദ കൺസ്യൂമർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ അതും കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പം നമ്മൾ കോൺസ്റ്റന്റ് ഇല്ലാത്തത് ഏതാണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മാത്രം. പ്രൈസും ക്വാണ്ടിറ്റിയും മാത്രമേ കോൺസ്റ്റന്റ് അല്ലാതെ ഉള്ളൂ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഇക്കണോമിക് ടേംസ്. കുറച്ച് ടേംസ് പറയാനാണ് പറഞ്ഞത്. ബണ്ടിൽ ദാറ്റ് ആർ ഓൺ ഓർ ബിലോ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിന്റെ മേലെയോ താഴെയോ വരുന്ന, ഓൺ ഓർ ബിലോ ബഡ്ജറ്റ് ലൈനിലോ അതിന്റെ താഴെയോ വരുന്ന ബണ്ടിൽസിന് നമ്മൾ എന്ത് പറയും? ഇപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്തായിരുന്നു? നമ്മുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് P1, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M. നമ്മുടെ കയ്യിലെ പൈസ വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസിനാണ്. അപ്പോൾ ഈ പൈസ കംപ്ലീറ്റ്ലി എടുക്കുമ്പോൾ ഈക്വൽ ടു M ആണ് ഇവിടെ എടുക്കുന്നത്. നമ്മളെ പൈസ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിന്റെ ലിസ്റ്റ് ആണ് ബഡ്ജറ്റ് ലൈനിൽ വരാമ. അതല്ലാതെ ബഡ്ജറ്റ് ലൈനിന്റെ താഴെയാണ് പറയുന്നത് അപ് ടു ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇതിൽ കുറവും വരാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഏത് ഇക്വേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? P1x1 പ്ലസ് P2x2 ലെസ് ദാൻ M അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. അപ്പൊ ഇത് എന്തിന്റെ ഇക്വേഷൻ ആണെന്ന് ഓർമ്മയുണ്ടോ? ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ ആണ്. സോ അതാണ് നമ്മുടെ ആൻസർ. കൺസ്യൂമർ പ്രിഫർ ദ ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് ദ ഗുഡ്സ് കമ്പയർഡ് ടു ദ അതർ ബണ്ടിൽ. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിന് ചോദിച്ചാൽ എന്താ അതിന്റെ പേര്? മൊണോട്ടോണിക് പ്രിഫറൻസ്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. കുറെ ഇൻഡിഫറൻസ് കർവ് ഒരുമിച്ച് വരച്ചാൽ നമ്മൾ അതിനൊരു പേര് പറഞ്ഞിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇൻഡിഫറൻസ് മാപ്പ്. റൈറ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്. ഇങ്ങനെ ടേംസ് മെൻഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം.
ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ കയ്യിൽ ഇൻകം കൂടുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കുറയുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബെറ്റർ ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പൈസ ഇല്ലാത്തപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്, ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. പൈസ വന്നപ്പോൾ നമ്മൾ കാറ് വാങ്ങിച്ചു, ബസ്സിൽ നമ്മൾ പോകുന്നില്ല, സോ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ഇങ്ങനെയുള്ളതിനാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചതാണ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ രണ്ടും ഒരേപോലെ പോവാണ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. സോ ഇവിടെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയോ ഇല്ലയോ. ഫോർ എക്സാമ്പിൾ ബസ്, നമ്മുടെ കയ്യിൽ പൈസ കൂടിക്കഴിഞ്ഞാൽ, ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കാറ് വാങ്ങിച്ചു പോലെ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാറായിരിക്കും. അപ്പോൾ ബസ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, ഇൻകം കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. ദാറ്റ് മീൻസ് റിലേഷൻഷിപ്പ് എന്താ വരുന്നത്, നെഗറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ നെഗറ്റീവ് ആണ് നമ്മുടെ ആൻസർ, പോസിറ്റീവ് അല്ല, കോൺസ്റ്റന്റ് അല്ല, കനോട്ട് ബി പ്രഡിക്റ്റഡ് അല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കുക. ഈ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. ഇനി ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് ഓരോരോ വീഡിയോയിലായിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ഇന്ന് നിങ്ങൾ തറവാക്കി വെക്കാം. ബാക്കി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.